ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഈ ഒരു ഓണക്കാലത്ത് തിയേറ്ററുകൾ ഓളമുണ്ടാക്കാനായി ഇറങ്ങിയിരിക്കുന്ന മൂന്നോളം ചിത്രങ്ങളാണ്. മോഹൻലാൽ നായകനായി എത്തിയിരിക്കുന്ന ഹൃദയപൂർവ്വമാണ് ഒന്നാമതെത്തിയ ചിത്രം. രണ്ടാമത്തേത് ലോകയാണ്. ദുൽഖറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിൽ വന്ന ദുൽഖർ ക്യാമിയോ റോളിലെത്തി കല്യാണി പ്രിയദർശൻ അതിഗംഭീരമായി പെർഫോമൻസ് നടത്തുന്ന ചിത്രമാണ്. മൂന്നാമത്തേത് ഫഹദിൻ്റെ ഓടും കുതിര ചാടും കുതിര എന്ന മൂന്ന് ചിത്രങ്ങളാണ്. സിനിമ മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോഴത്തേക്ക് സിനിമയുടെ കളക്ഷനും മറ്റ് ഡീറ്റെയിലും വേൾഡ് വൈഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളും തിയേറ്റർ കൗണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിലേക്ക് കടന്നു വരാം. എന്താണെങ്കിലും അടിച്ച് കയറിയിരിക്കുകയാണ് ലോക എന്ന് തന്നെ പറയാം. ഇതിനിടയിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 60,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ലോക രണ്ടാം ദിനം ബോക്സ് ഓഫീസിൽ മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആദ്യ ദിനം സിനിമ ഗംഭീരമായിട്ടാണ് തുടങ്ങിയതെങ്കിൽ 2.5 കോടിക്ക് മുകളിലേക്ക് ട്രാക്ക്ഡ് കളക്ഷൻ വരികയും 2,70,00,000 രൂപയ്ക്ക് മുകളിലുള്ള ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഈ ഒരു ചിത്രത്തിന്. രണ്ടാം ദിനമായി കഴിഞ്ഞപ്പോഴത്തേക്ക് കളക്ഷൻ്റെ കാര്യത്തിൽ വമ്പൻ വർധനവാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ആദ്യ ദിനത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനായി പുറത്തു വന്നിരിക്കുന്നത് റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 51 ലക്ഷം രൂപയും ഓവർസീസിൽ നിന്ന് 4,57,00,000 രൂപയും ചേർത്ത് കേരളത്തിൽ നിന്ന് 2,70,00,000 രൂപയും ചേർത്ത് വന്നിരിക്കുന്നത് മൊത്തം 6,66,00,000 രൂപയോളമാണ്. ഡൊമസ്റ്റിക്കിൽ നിന്ന് 3,20,00,000 രൂപയും ഓവർസീസിൽ നിന്ന് 3,46,00,000 രൂപയുമാണ് വന്നിരിക്കുന്നത്. കന്നഡ ബോക്സ് ഓഫീസിലും സിനിമ തരംഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. ആദ്യ ദിനം 25 ലക്ഷം രൂപയാണ് നേടിയതെങ്കിൽ രണ്ടാം ദിനം 27 ലക്ഷം രൂപ സിനിമ നേടുന്നതായി കണ്ടു. ഇന്ന് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് കടക്കുമെന്നുള്ളതാണ് ബുക്ക് മൈ ഷോ റിപ്പോർട്ടുകൾ പോലും സൂചിപ്പിക്കുന്നത്. തെലുങ്കിൽ ദുൽഖറിൻ്റെ ഫാൻ പവർ എന്ത് എന്ന് സിനിമ മനസ്സിലാക്കി തരികയാണ്. മണിക്കൂറുകളിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോകുന്നു എന്നുള്ളതാണ് തെലുങ്ക് മേഖലയിൽ നിന്ന് കിട്ടുന്നത്. 35ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോസ് ആണ് ഹൈദരാബാദിൽ കാണാൻ കഴിയുന്നത്. എന്താണെങ്കിലും തെലുങ്കിലും സിനിമ അതിഗംഭീരമായിട്ട് കുതിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. തമിഴിൽ ഇന്ന് റിലീസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കുകയാണ്, എങ്ങനെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എല്ലായിടത്തും ഓറഞ്ച് അലേർട്ട് എന്ന് തന്നെ പറയാം. മണിക്കൂറിൽ 1000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ ഇപ്പോൾ അവിടെ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നു. ഒന്ന് ആലോചിക്കുക, ഇതൊരു പാൻ ഇന്ത്യൻ റേഞ്ചിൽ തന്നെ ചെയ്തിരിക്കുന്ന ചിത്രമാണ്. ആദ്യ ദിനത്തേക്കാൾ ഡബിളാണ് രണ്ടാം ദിനത്തെങ്കിൽ അതിനേക്കാൾ ഡബിളായിരിക്കും മൂന്നാം ദിനത്തിലേക്ക് പോകുന്നത്. ഇന്ന് മണിക്കൂറുകളിൽ ഇപ്പോൾ പോകുന്നത് 16.33K ടിക്കറ്റ്സാണ് ബുക്ക് മൈ ഷോയിലൂടെ ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യ ദിനം സിനിമയ്ക്ക് വിറ്റുപോയത് 1.5 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റാണെങ്കിൽ രണ്ടാം ദിനം 2,65,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയെന്നാണ് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ ടിക്കറ്റുകൾ ഇതുവരെ നമുക്ക് കാണാൻ കഴിയുന്നു ബുക്ക് മൈ ഷോയിൽ മൊത്തം 1 ലക്ഷത്തിന് മുകളിലേക്ക് എത്തിയതായിട്ട്. മറ്റൊരു ചിത്രം ഇനിയും നമുക്ക് കാണാനുള്ളത് ഹൃദയപൂർവ്വം എന്നുള്ള മോഹൻലാൽ ചിത്രമാണ്. ഒരു ഫാമിലി ജോണറിൽ വന്ന് വമ്പൻ വിജയമാണ് ഈ ഒരു സിനിമ നേടുന്നത്. മോഹൻലാലിൻ്റെ തുടർച്ചയായിട്ടുള്ള വിജയ പരമ്പര തുടരുന്നു എന്ന് തന്നെ പറയാം. വീണ്ടും ഒരു നല്ല ചിത്രവുമായി സത്യൻ അന്തിക്കാടും മോഹൻലാലും എത്തുമ്പോൾ അത് മലയാളികൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്താണേലും ഹൃദയപൂർവ്വത്തിൻ്റെ ആദ്യ ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ വരുമ്പോൾ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് 8.5 കോടിക്ക് അല്ലെങ്കിൽ 8,50,00,000 രൂപയോളമാണ് നേടിയിരിക്കുന്നത്. രണ്ടാം ദിവസം നേരിയ ഒരു ഇടിവുണ്ടെങ്കിൽ പോലും സിനിമ 14 കോടിയോളമാണ് 2 ദിനം കൊണ്ട് നേടിയതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇന്നുകൊണ്ട് സിനിമ 20 കോടിയുടെ അടുത്തേക്ക് 18-20 കോടിയിലേക്ക് എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 451 ഷോകളിൽ നിന്നായി 33,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 25% സിനിമയുടെ മോർണിംഗ് അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ വരെയുള്ള ഓക്യുപ്പൻസി. 55 ലക്ഷം രൂപ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുകയാണ്. അതായത് ഇന്നും സിനിമ 2 കോടിക്ക് മുകളിലേക്കുള്ള കളക്ഷൻ നേടുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. തുടരെ മോഹൻലാലിൻ്റെ വമ്പൻ വിജയങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞത്. ആദ്യ 3 ദിവസങ്ങളിലും സിനിമയ്ക്ക് 2 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ കഴിഞ്ഞു. ആദ്യ ദിനം 3.5 കോടിക്ക് അടുത്താണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഈ ഒരു സിനിമ നേടിയത്. ഈ ഒരു ജേണറിൽ വരുന്ന സിനിമ അതിഗംഭീരമായിട്ടാണ് മലയാള ബോക്സ് ഓഫീസിൽ പ്രകടനം കാഴ്ചവെക്കുന്നത്. മണിക്കൂറിൽ 5,000-ഓളം ടിക്കറ്റുകൾ ഇപ്പോഴും സിനിമയുടെ വിറ്റുപോകുന്നു എന്നുള്ളതാണ്. ഹൃദയപൂർവ്വം മോഹൻലാൽ പവർ എന്തെന്ന് കാണിക്കുകയാണ്. അവസാന 24 മണിക്കൂറിൽ സിനിമയുടേതായി വിറ്റുപോയിരിക്കുന്നത് 107.58K ടിക്കറ്റ്സാണ്. അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എത്രത്തോളം ഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യ ദിനം വെച്ച് നോക്കുമ്പോൾ ചെറിയ ഇടിവാണെങ്കിൽ പോലും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ഒരു ബുക്കിങ്ങും കളക്ഷനും എല്ലാം തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ ആദ്യ ദിനം സിനിമ നേടിയത്
3.5 കോടിക്ക് മുകളിലാണെങ്കിൽ അന്ന് ടിക്കറ്റുകൾ വിറ്റുപോയത് 1,75,000 മുകളിലുള്ള ടിക്കറ്റുകളാണെങ്കിൽ രണ്ടാം ദിനം 1,21,000 മുകളിലുള്ള ടിക്കറ്റുകളും മൂന്നാം ദിവസമായി ഇന്ന് 40,000 മുകളിലുള്ള ടിക്കറ്റുകളും വിറ്റുപോയി എന്നുള്ളതാണ് പ്രാക്ടീസ് കാണിക്കുന്നത്. ഓടും കുതിര ചാടും കുതിര എന്ന ഫഹദിൻ്റെ ചിത്രം നേടിയിരിക്കുന്നത് ഇന്ന് 384 ഷോകളിൽ നിന്ന് 5,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 9 ലക്ഷം രൂപ ആണ് എന്നുള്ളതാണ്. ഇന്നലെ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 63 ലക്ഷം രൂപയോളമാണ് ട്രാക്ഡ് കളക്ഷൻസിലൂടെ. അത് കേരള കളക്ഷൻ 1 കോടിക്ക് അടുത്ത് നേടിയ ചിത്രം ഇന്ന് 25 ലക്ഷം കടക്കുമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും വേൾഡ് വൈഡ് ആയിട്ട് 2 ദിവസം കൊണ്ട് സിനിമ 2 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്നുള്ളത് ഉറപ്പിച്ചിരിക്കുകയാണ്. 3 സിനിമകൾ ഓണക്കാലത്ത് ആർമാദിക്കുമ്പോൾ ആദ്യ 2 സിനിമകൾ അതിഗംഭീര പ്രകടനമാണ് ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായി 2 കോടിക്ക് മുകളിൽ മോഹൻലാൽ ചിത്രവും ഓരോ ദിവസവും കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുന്ന കല്യാണി പ്രിയദർശൻ്റെ ചിത്രവുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡൊമിനിക് അരുണിൻ്റെ സംവിധാനം അതിഗംഭീരമായിട്ട് തന്നെയാണ് വേൾഡ് വൈഡായിട്ട് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഒട്ടും നെഗറ്റീവ് ഇല്ലാത്ത ലെവലിലാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്ര ഗംഭീരമാണ്. ട്രെൻഡിങ്ങിൽ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ് തെലുങ്കിൽ. തമിഴിലും സിനിമ ട്രെൻഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണേലും ലോക ഹൃദയപൂർവ്വം ഓടും കുതിര ചാടും കുതിര 3 സിനിമകൾ ഇന്ന് അതിഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനോടകം തന്നെ മൊത്തത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ലോകയ്ക്ക് ഇതുവരെ 2,881 ഷോകളാണ് ഇതുവരെ നടന്നിരിക്കുന്നത്. 4,50,000 മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയിരിക്കുന്നു. ടോട്ടൽ ആവറേജ് അല്ലെങ്കിൽ ഒക്യുപ്പൻസി വന്നിരിക്കുന്നത് 65% മുകളിലാണ്. ഇന്ന് 85% മുകളിലേക്ക് പോകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ലോകയുടെ ഇന്നും ഒക്കെ ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ വരുന്നു. എക്സ്ട്രാ ഷോസ് ഇന്നലെ 150 മുകളിലാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 130 മുകളിലുള്ള എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്തിരുന്ന ഈ ഒരു ചിത്രം ഇന്ന് 200 മുകളിലുള്ള എക്സ്ട്രാ ഷോസ് ആഡ് ചെയ്യപ്പെടുമെന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ഇന്ന് സിനിമ 25 കോടിക്ക് മുകളിലേക്ക് എത്തും. തിങ്കളാഴ്ചക്കുള്ളിൽ സിനിമ 50 കോടിക്ക് മുകളിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കും.